HCF LCMുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. ഒരു ഷോർട്ട് കട്ടാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഫസ്റ്റ് പോർഷനിൽ പ്രത്യേകിച്ച് എന്താണ് MCQ ഇല്ലേ, ആദ്യത്തെ 20 മാർക്സിന്റെ MCQ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഒരു റീജിയനിൽ നിന്ന് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റിൽ തന്നെ ഉള്ള ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. For any two positive integers a and b, ഏതെങ്കിലും രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ്, ഞാൻ അവിടെ എന്താ അനലൈസ് ചെയ്തിരിക്കുന്നതാണ്, ടു പോസിറ്റീവ് ഇന്റിജേഴ്സ്, രണ്ട് നമ്പേഴ്സിന്റെ കേസിൽ മാത്രമേ ഇതെന്തായിട്ടുള്ളൂ, ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഏതെങ്കിലും രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് എടുക്കുക, കൺസിഡർ ചെയ്യുക. ആ രണ്ട് നമ്പേഴ്സിന്റെ HCFന്റെയും LCMന്റെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സെയിം ടു നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. എന്താണ്, രണ്ട് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് നമ്പേഴ്സിന്റെ HCF LCM കണ്ടുപിടിച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, ആ സെയിം ടു നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ട് നമ്പേഴ്സിന്റെ കേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. രണ്ടിൽ കൂടുതൽ വന്നാൽ ഇത് എന്തല്ല, ആപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ 3 നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നു. ആ 3 നമ്പേഴ്സിന്റെ HCF LCM പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ അല്ല, ആ 3 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ അല്ല. സോ ഇത് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷുവർ ആയിട്ടൊന്ന് പ്രതീക്ഷിച്ചിരിക്കാം. ഇവിടെ എന്താണ്, HCF ഓഫ് A and B into LCM of A and B equal എന്താണ് എഴുതുന്നത്, A into B. ഇവിടെ എന്താണ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ, ടു പോസിറ്റീവ് ഇന്റിജേഴ്സ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ട് നമ്പേഴ്സ് എടുക്കാം. എന്താണ് 15 20. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആണ്. എന്താണ് the two numbers be 15 and 20. രണ്ട് നമ്പേഴ്സ് എന്താണ് 15 20 ആണ് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ HCF LCM ആദ്യം കണ്ടുപിടിക്കാം. 15 LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, HCF LCM കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ. അപ്പൊ 5 വെച്ച് ചെയ്താൽ എന്ത് വരും, 3 എന്ന് വരും. സോ 15 ഈക്വൽ ടു നമുക്ക് എഴുതാം, 15 ഈക്വൽ ടു 5 into 3. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ഈ 15ന്റെ ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുതി ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് എഴുതിയാൽ മതി കേട്ടോ, അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അടുത്ത 20 ആണെങ്കിലോ അത് നമുക്ക് അറിയാവുന്നതായിരിക്കും. എങ്കിലും ഞാൻ ഒന്ന് എഴുതുന്നു. 20 ഫാക്ടറൈസ് ചെയ്താൽ 5 വെച്ച് ചെയ്താൽ 4 എന്ന് കിട്ടും. 4നെ 2 വെച്ച് ചെയ്താൽ 2 എന്ന് കിട്ടും. സോ 20 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 2 സ്ക്വയർ ഇൻറ്റു എന്താണ് 5 raised to 1. ഇനി എന്താണ്, നമുക്ക് ഇതിന്റെ HCF നോക്കാം. HCF ഓഫ് എന്താണ് 15 and 20 ഈക്വൽ ടു, HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടറിലെ സ്മോളസ്റ്റ് പവർ എടുക്കുക. കോമൺ ആരുണ്ട്, 5 മാത്രമേ വരുന്നുള്ളൂ. അതിലെ ലോവസ്റ്റ് പവർ അല്ല, സ്മോളസ്റ്റ് പവർ ഒരാളിനെയാണ് വന്നിരിക്കുന്നത്, ആരാണ് 5 raised to 1. സോ എന്താണ് HCF ആരാണ് 5 raised to 1 അഥവാ 5 ആണ്. Then LCM of 15 and 20. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ LCM എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടോ അതിന്റെ എല്ലാം എന്തെടുക്കണം, അതിന്റെ എല്ലാം ഗ്രേറ്റസ്റ്റ് പവേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കണം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എടുക്കാം 2ന്റെ എടുക്കണം, 2 സ്ക്വയർ 2 അല്ലേ ഉള്ളൂ. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 5 ഒന്ന് രണ്ടിടത്ത് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. 5 raised to 1 ഇൻറ്റു അടുത്ത എന്താണ് 3 raised to 1. 2 സ്ക്വയർ എന്താണ് 4 into 5 എത്രയാണ്, 4 into 5 20, 20 into 3 എത്രയാണ് 60. സോ LCM എന്ന് തോന്നുന്നു 60 എന്ന് വന്നു. LCM 60, HCF എന്ന് തോന്നുന്നു 5 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ HCF ന്റെ LCM ന്റെ പ്രോഡക്റ്റ് എടുക്കാം. എന്താണ് HCF into LCM ചെയ്തു നോക്കാം. HCF into LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 into 60. 5 into 60 എത്രയാണ്, 5 into 6 ചെയ്ത് അത്ര 30 വരും. പിന്നെ എന്താണ് 0 വരും, അപ്പൊ എത്ര വരും 300 എന്ന് വരും. സോ അതിന് രണ്ടിന്റെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി, 300 കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് HCF ന്റെ LCM ന്റെ പ്രോഡക്റ്റ് ഏതിന് ഈക്വൽ ആയിരിക്കണം, ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം. രണ്ട് നമ്പേഴ്സ് ആരൊക്കെയാണ്, 15 ഉം 20 ഉം. നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കാം. 15 into 20 എത്ര വന്നു, 15 into 20 സെയിം തന്നെയാണ് വരുന്നത്. എന്താണ് 300 തന്നെയാണ് വന്നത്. സോ നമുക്ക് therefore എന്തെന്ന് പറയാം, HCF into LCM equal to എന്താണ് പ്രോഡക്റ്റ് ഓഫ് two numbers. ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് എന്തായി, ഈക്വൽ ആയി. ഓക്കേ അല്ലേ?